കൃപയെന്ന് പറയുന്നത് നമുക്ക് പഴയ നിയമ ജനതയ്ക്കെന്ന് പറയുന്നത് അത് കിട്ടിയില്ലായിരുന്നു. അത് ഈശോയുടെ അവർക്ക് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തരണമേ, കൃപ തരണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. നമ്മുടെയും ഇപ്പോഴത്തെയും പ്രാർത്ഥനയുടെ രീതി അത് തന്നെയാണ്. പക്ഷെ ബ്രദർ അത് കൃത്യമായിട്ട് പറഞ്ഞു. ബ്രദറിൻ്റെ പാട്ടിൻ്റെ ഉദാഹരണത്തിലൂടെ എന്നിൽ നിറയണമേ, കാരണം കൃപ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അത് ഇനിയും തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല, എന്നിൽ നിറയണമേ, കാരണം അത് എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അതിനെപ്പറ്റി അവെയർ ആയിക്കൊണ്ട് ആ രീതിയിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകുന്നില്ല. ഇത് പ്രവേശ കൂദാശയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നുവെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മെ വിട്ടുപോകുന്നില്ല. നമ്മൾ പാപം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്നില്ല. അതുപോലെ തന്നെ ബ്രദർ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു. പിന്നെ എയർപോർട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് സംസാരിച്ചപ്പോഴത്തേനും ദൈവരാജ്യത്തെ പറ്റി സംസാരിക്കാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഒരു ധ്യാനം കൂടിയാൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെ പറ്റുന്നുള്ളൂ. ബ്രദർ അങ്ങനെയാണ് 25 വർഷം ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ബ്രദർ പറഞ്ഞ ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നമ്മൾ ഉജ്ജ്വലിച്ച് കിടക്കുവാണ് പരിശുദ്ധാത്മാവ്. അത് പാപം ചെയ്തുകൊണ്ട് നമ്മളെ വിട്ടുപോകുന്നില്ല. അപ്പോൾ അതൊരു നമുക്കൊരു ലൈസൻസ് അല്ലേ എന്ന് ചോദിച്ചപ്പം ബ്രദർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പിന്നെ തിന്മയിൽ തുടരാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് ആ ഉജ്ജ്വലിപ്പ് നമ്മളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ അവെയർ ആകാത്തതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നാണ് പറഞ്ഞത്. വെരി ഗുഡ്.